Hi friends, welcome back to our channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ട്രെസ്ലെസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീറ്റ് ചെയ്യൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, അതുപോലെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല തണുപ്പിച്ച പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ച് ആറിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ ഇതിന് അത്യാവശ്യം മധുരം വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി, കാണാത്തവർ കണ്ടു നോക്കാം. എല്ലാറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് തീ പോലും കത്തിക്കാതെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 തരത്തിലുള്ള റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യത്തിന് തന്നെ നമ്മുടെ ഈ ഒരു മിക്സിൽ നല്ല മധുരമുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് റോസ് സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു കളറും ആയിരിക്കും കേട്ടോ. അപ്പോൾ എസൻസ് ഒക്കെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിസ്തയുടെ എസൻസോ സ്ട്രോബെറി എസൻസോ ഏതാണ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റോസ് എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ബ്രെഡിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു പുഡിംഗ് ട്രേയിലാണ് കേട്ടോ ഞാനിവിടെ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ബ്രെഡ് സ്ലൈസസ് ഒന്ന് വെച്ച് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ട്രേയുടെ അനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെ ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. എല്ലായിടത്തും എത്തുന്ന പോലെ ഇതുപോലെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബ്രെഡ് കാണാത്ത തരത്തിൽ ബ്രെഡ് നല്ലപോലെ കുതിർന്ന് വരുന്ന പോലെ വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രെഡൊക്കെ നല്ലപോലെ കുതിർന്ന് വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബ്രെഡൊക്കെ നല്ലപോലെ കുതിർന്ന പോലെ നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മുടെ ബ്രെഡിലൊക്കെ വിപ്പിംഗ് ക്രീമൊക്കെ നല്ലപോലെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തില്ല അതുപോലെ തന്നെ ബ്രെഡിൻ്റെ സ്ലൈസസ് തിരിച്ചും വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പുഡിംഗ് ട്രേക്ക് അനുസരിച്ചിട്ട് വരും കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് ലെയർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ട്രേ ചെറുതായതുകൊണ്ട് തന്നെ ഞാനിവിടെ 2 ലെയറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയ ട്രേക്കാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3-4 ലെയറൊക്കെ ബ്രെഡൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ തന്നെ മുഴുവനായിട്ട് നമ്മൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തിരിച്ചും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നമ്മളിത് കഴിക്കാൻ നേരത്തെ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഈ ഒരു മിക്സ് ആവശ്യമായിട്ട് വരും. അപ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുറച്ച് മിക്സ് മാറ്റി വെക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റോസ് സിറപ്പും പാലൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു മിക്സിന്. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്കൊരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രെസ്ലെസ് കേക്കിൽ ഇതുപോലെയാണല്ലോ ഡിസൈൻ നോർമലി ആയിട്ട് ചെയ്തെടുക്കാറുള്ളത്, ഒരു മുല്ലമുട്ടിൻ്റെയൊക്കെ പോലെ. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ മുഴുവനായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒന്നൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിസ്ത ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നമുക്കൊരു 3-4 മണിക്കൂറോളം ഇതൊന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. അപ്പോൾ തണുത്ത് വരുമ്പോഴാണ് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ലപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മിക്സ് ഉണ്ടല്ലോ അത് അതിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും.
അപ്പോൾ നമുക്ക് തീയൊന്നും കത്തിക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രെസ്ലെസ് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.